Hi students, welcome to this class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർഫസ് കെമിസ്ട്രിയിലെ കൊളോയിഡ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. 5 മെയിൻ പ്രോപ്പർട്ടീസ്, കൊളോയിഡ്സിന്റെ 5 മെയിൻ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എല്ലാവരും ശ്രദ്ധാപൂർവം ഇരിക്കണം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ടിൻഡൽ എഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെന്റ്, ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഇലക്ട്രോഫോറസിസ്, കൊയാഗുലേഷനിലെ ഹാർഡി-ഷൂട്ട്സ് റൂൾ, പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ്സ്. എന്താണ് ടിൻഡൽ എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ജെ ടിൻഡൽ എന്ന സയന്റിസ്റ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ പറ്റി നടത്തിയ പഠനത്തിൽ കണ്ടുപിടിച്ചതാണ് ടിൻഡൽ എഫക്റ്റ്. When an intense beam of light is passed through a colloidal solution kept in dark, the path of the beam gets illuminated with a bluish light. നമ്മൾ ഈ പടത്തിൽ ഒബ്സർവ് ചെയ്യാണ്. ഒരു ബീം ഓഫ് ലൈറ്റ് കൊളോയിഡൽ പാർട്ടിക്കിളിലൂടെ കടന്നു പോയപ്പോൾ ആ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഫിനോമിനെയാണ് പറയുന്നത് ടിൻഡൽ എഫക്റ്റ്. ആ പാത്തിനെയാണ് പറയുന്നത് ടിൻഡൽ കോൺ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നത്? ദി ടിൻഡൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ. നമുക്കറിയാം കൊളോയിഡൽ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1 to 1000 നാനോമീറ്ററിന്റെ ഇടയ്ക്കുള്ള സൈസാണ്. ആ പാർട്ടിക്കിളിനകത്ത് നടക്കുന്ന സ്കാറ്ററിംഗ്, അത് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു. അത് തന്മൂലമാണ് ടിൻഡൽ എഫക്റ്റ് അവിടെ നടക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യാണ് സൊല്യൂഷനും കൊളോയിഡും സസ്പെൻഷനും. ഈ ലൈറ്റ് സൊല്യൂഷനോടെ പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ ആ ലൈറ്റിന്റെ പാത്ത് നമ്മൾ കാണുന്നില്ല. ലൈറ്റിനെ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നു. എന്നാൽ കൊളോയിഡിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കൊളോയിഡിൽ നമുക്ക് ആ ലൈറ്റിന്റെ പാത്ത് കാണുന്നു. എന്താണ് കാരണം? സ്കാറ്ററിംഗ് ഇൻ ബീം. സസ്പെൻഷൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സ്കാറ്ററിംഗ് ഇൻ ഓൾ ഡയറക്ഷൻ. അന്നേരം കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സ്കാറ്ററിംഗ് മുഖാന്തരമാണ് ടിൻഡൽ എഫക്റ്റ് ഇവിടെ നടക്കുന്നത്. കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസ് കാരണമാണ് ടിൻഡൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസ്. Tyndall effect is not exhibited by true solution. This is because the particles present in true solutions are too small to scatter light. ഈ ടിൻഡൽ എഫക്റ്റിന്റെ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിനകത്ത്, അൾട്രാ മൈക്രോസ്കോപ്പിനകത്ത് ഉപയോഗിക്കുന്നത്. അൾട്രാ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ടിൻഡൽ എഫക്റ്റിന്റെ ഇതാണ്. ടിൻഡൽ എഫക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഫ്രം എ ട്രൂ സൊല്യൂഷൻ. The phenomena has also been used to devise an instrument known as ultra microscope. The instrument is used for the detection of the particle of colloidal dimension. നമ്മൾ പഠിക്കുകയാണ് അൾട്രാ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ടിൻഡൽ എഫക്റ്റ് ആണ്. നമ്മൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഒന്ന് ഒബ്സർവേഷൻ നടത്തുവാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ടിൻഡൽ എഫക്റ്റ്. അതായത് നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ പ്രൊജക്ടറിൽ നിന്ന് നമുക്ക് ആ ലൈറ്റ് വന്ന് നേരെ സ്ക്രീനിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ലൈറ്റിന്റെ പാത്ത് നല്ലപോലെ കാണാൻ പറ്റും. എന്നിട്ട് അത് എന്താണ്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അതായത് ഡസ്റ്റ് ഒക്കെ ഉണ്ട്, ആ ഡസ്റ്റിൽ തട്ട് ലൈറ്റ് പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നതാണ്. ടിൻഡൽ എഫക്റ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദ പ്രൊജക്ഷൻ ഓഫ് പിക്ചർ ഇൻ ദ സിനിമ ഹാൾ ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ ഡസ്റ്റ് ആൻഡ് സ്മോക്ക് പാർട്ടിക്കിൾസ് പ്രസന്റ് ദെയർ. അതുപോലെ തന്നെ ഒരു ഇരുട്ടുമുറിയിൽ ഒരു ദ്വാരത്തിലൂടെ പ്രകാശരശ്മി വന്നാൽ നമുക്ക് ആ പ്രകാശത്തിന്റെ പാത നമുക്ക് കാണാൻ സാധിക്കും. ഇതും എന്താണ്? ടിൻഡൽ എഫക്റ്റ് ആണ്. അവിടെ എയറിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ ലൈറ്റിന്റെ സ്കാറ്ററിംഗ് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്കത് ആ ലൈറ്റിന്റെ പാത്ത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ടിൻഡൽ എഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺലി വെൻ ദ ഫോളോയിങ് 2 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേസ്ഡ് പാർട്ടിക്കിൾ
is not much smaller than the wavelength of the light used. അതായത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റും ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിന്റെ ഡയമീറ്ററുമായുള്ളൊരു റിലേഷൻ ആണിത്. The diameter of the dispersed particle is not much smaller than the wavelength of the light used. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം ആണ്. The refractive indices of the dispersed phase and the dispersion medium differ greatly in magnitude. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ടിൻഡൽ എഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലൈറ്റിന്റെ പാത്ത് ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ ആ പാത്ത് നമുക്ക് കാണാൻ സാധിക്കും. ട്രൂ സൊല്യൂഷനില്ലാത്ത ലൈറ്റിന്റെ പാത്ത് കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റിലൂടെ പഠിച്ചത്. ഇത് കൊളോയിഡൽ സൊല്യൂഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, പ്രകാശം, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വീട്ടില് ഒരു 3 സൊല്യൂഷൻ ഉണ്ടാക്കുക. ഇപ്പം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്താ, 1 സ്പൂൺ പഞ്ചസാര എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് നമ്മളത് കലക്കുവാണെങ്കിൽ അതൊരു പഞ്ചസാര ലായനിയായി അല്ലേ. എന്നാലും അതൊരു ഹോമോജിനിയസ് സൊല്യൂഷൻ. രണ്ടാമത്തെ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ 1 ഗ്ലാസ് പാലെടുക്കുക. പാൽ എന്തിന് എക്സാമ്പിളാണ്? അത് കൊളോയിഡിന് എക്സാമ്പിളാണ്. ഇനി സസ്പെൻഷൻ നമുക്ക് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, ഒരു സ്പൂൺ മൈദ എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുവാണെങ്കിൽ അതൊരു സസ്പെൻഷൻ സൊല്യൂഷന് അല്ലെങ്കിൽ ലായനിക്ക് എക്സാമ്പിളാണ്. ഈ 3 ഗ്ലാസും എടുത്തിട്ട് അതിലൂടെ നമുക്കൊരു ലൈറ്റ്, ടോർച്ച് അടിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ കാണുവാണ് കൊളോയിഡിനകത്തും സസ്പെൻഷനകത്തും നമുക്ക് ലൈറ്റ് നല്ലപോലെ അത് കാണാൻ സാധിക്കും. വിസിബിൾ ആണ് ലൈറ്റിന്റെ പാത്ത്. എന്നാൽ സൊല്യൂഷനകത്ത് ലൈറ്റിന്റെ പാത്ത് നമുക്ക് വിസിബിൾ അല്ല. കൊളോയിഡിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ലൈറ്റ് അടിക്കുമ്പോൾ ആ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഇത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ തന്നെ അത് ചെയ്യണം. എന്നിട്ട് നമുക്ക് ടിൻഡൽ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. കൊളോയിഡൽ പാർട്ടിക്കിളാണ്. ഒരു സൊല്യൂഷനും കൊളോയിഡൽ പാർട്ടിക്കിളും തമ്മിൽ ഇത് കാണുവാണെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ പ്രത്യേകത വേർതിരിച്ചറിയാൻ സാധിക്കും. കൊളോയിഡൽ സൊല്യൂഷന്റെ കളറിനെ പറ്റി പറയുകയാണെങ്കിൽ കളറ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊളോയിഡൽ സൊല്യൂഷന്റെ പാർട്ടിക്കിൾ സൈസിനെ അനുസരിച്ചായിരിക്കും. പാർട്ടിക്കിൾ സൈസിനെ ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ഗോൾഡ് സോളിന്റെ ഫിഗറാണ്. ഗോൾഡ് സോള്. ഈ ഗോൾഡ് സോളിനകത്ത് ഈ 5 കുപ്പിക്കകത്തും പല പാർട്ടിക്കിൾ സൈസ് ഉള്ള ഗോൾഡ് സോളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല പാർട്ടിക്കിൾ സൈസ്. ഇവിടെ ഒരേ ഗോൾഡ് സോൾ ആണ്, പക്ഷെ കളർ വ്യത്യാസം വരുന്നു അല്ലെ. നമുക്കൊന്ന് ഒന്ന് പരിശോധിക്കാം എന്താണ്. The color of colloidal solution changes with the size of particle. For example, as particle size increase, the color of gold solution changes from red to blue. ഇവിടെ ഗോൾഡ് സോളിനകത്ത് പാർട്ടിക്കിൾ സൈസ്, ഗോൾഡ് സോൾ ഒരു കൊളോയിഡ് ആണ്. ആ കൊളോയിഡ് പാർട്ടിക്കിൾ സൈസ് ഒന്ന് കൂട്ടി വന്നു. അതിന്റെ സൈസിന് വ്യത്യാസം വരുത്തിയപ്പോൾ കളറ് മാറുന്നു. അന്നേരം നമ്മള് പഠിക്കുകയാണ് കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് upon particle size. Example, as particle size increase, the color of gold solution changes from red to blue. പല കളറാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. ദ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ മാറുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. നോക്കിക്കേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി, നല്ല നീലാകാശം. ഇനി നിങ്ങൾക്കറിയാം ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു കൊളോയിഡാണ്. അവിടെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നടക്കുന്നു. ഇതാണ് ഈ മനോഹരമായ കളറിനൊക്കെ കാരണം. അടുത്ത കൊളോയിഡിന്റെ പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ഇത് കണ്ടുപിടിച്ചത് ഒരു ബോട്ടണിസ്റ്റ് ആണ്, റോബർട്ട് ബ്രൗൺ എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു കൊളോയിഡ് സൊല്യൂഷൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ
അവിടെ ഒരു സിക്സാക് മൂവ്മെന്റ് നടക്കുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിൽ നിന്നുള്ള പഠനത്തിന്റെ ഫലമായിട്ടാണ് ബ്രൗണിയൻ മോഷൻ അല്ലെങ്കിൽ ബ്രൗണിയൻ മൂവ്മെന്റ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ചത്. അന്നേരം ബ്രൗണിയൻ മൂവ്മെന്റിനെ പറ്റിയുള്ള പഠനത്തിൽ നമ്മൾ കാണുകയാണ്. The continuous zigzag movement of the colloidal particle in the dispersion medium in a colloidal solution is called a Brownian movement. നമ്മൾ പഠിക്കുകയാണ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സിക്സാക് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. കണ്ടിന്യൂസ് സിക്സാക് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. എന്താണ് ഇതിന് കാരണം? It is due to the unequal bombardment of the moving molecules of dispersion medium on colloidal particles. ബ്രൗണിയൻ മൂവ്മെന്റിന് കാരണം പറയുകയാണ് unequal bombardment of the moving molecules of dispersion medium on colloidal particles. ഇതെല്ലാം റോബർട്ട് ബ്രൗണിന്റെ പഠനങ്ങളാണ്. അദ്ദേഹം കണ്ടുപിടിച്ചു ഈ മൂവ്മെന്റിന് കാരണം അൺഈക്വൽ ബൊംബാർഡ്മെന്റ് ഓഫ് ദ മൂവിംഗ് മോളിക്യൂൾസ് ഓഫ് ഡിസ്പെർഷൻ മീഡിയം ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. The Brownian movement decreases with an increase in the size of the colloidal particles. ഇവിടെ കാണുകയാണ് the Brownian movement decreases with an increase in the size of colloidal particles. This is why suspension do not exhibit Brownian movement. നിങ്ങൾക്കറിയാം സസ്പെൻഷൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾ സൈസ് വളരെ കൊളോയിഡൽ പാർട്ടിക്കിൾസിനേക്കാളും കൂടുതലാണ്. സസ്പെൻഷൻസ് സാധാരണ രീതിയിൽ ബ്രൗണിയൻ മൂവ്മെന്റ് കാണിക്കുന്നില്ല. എന്താണ് കാരണം? ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് സിക്സാക് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾ സൈസ് കൂടുന്ന അനുസരിച്ച് ബ്രൗണിയൻ മൂവ്മെന്റ് കുറയുന്നു. അന്നേരം നമ്മൾ പഠിച്ചു എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ്. അന്നേരം നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ദ കണ്ടിന്യൂസ് സിക്സാക് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഇസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെന്റ്. ഓക്കെ, കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓടി നടക്കുന്നു. അതിന്റെ ആ ഒരു ഡയഗ്രാം നമ്മളൊന്ന് വരയ്ക്കുമ്പോൾ കാണുന്നതാണ് ഈ ഫിഗർ. സിക്സാക് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെന്റ്. ഇതൊരു കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടിയാണ്. കൊളോയിഡ്സ് കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ചാർജസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ചാർജസ്. നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ്സിനെ കാണാം, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സിനെ കാണാം. പോസിറ്റീവ് ചാർജ് എക്സാമ്പിൾ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ലൈക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, ഇതെല്ലാം പോസിറ്റീവ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. When dispersed phase in a colloid solution carries a positive charge, that colloid is called a positive colloids. When dispersed phase in a colloidal solution carries a negative charge, that colloid is called a negative colloid. Example, silver salt, copper salt ഒക്കെ നെഗറ്റീവ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. നെഗറ്റീവ് പോസിറ്റീവും കൊളോയിഡ്സ്. അത് ചാർജ് ആ കൊളോയിഡ് ക്യാരി ചെയ്യുന്ന ചാർജിനെ അടിസ്ഥാനമാക്കി അതിന് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയുന്നു. Let us say positively charged salts, hydrated metallic oxides. ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്, ക്രോമിക് ഓക്സൈഡ്, ഫെറിക് ഓക്സൈഡ്, അതുപോലെ തന്നെ ബേസിക് ഡൈ സ്റ്റഫ്, എക്സാമ്പിൾ മെഥിലീൻ ബ്ലൂ സോൾട്ട് ബേസിക് ഡൈ സ്റ്റഫിന് എക്സാമ്പിൾ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡാണ് ഹീമോഗ്ലോബിൻ. അത് ബ്ലഡ് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡാണ്.
ഓക്സൈഡ്സ്, ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. അടുത്തായിട്ട് നമുക്ക് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് എന്താണെന്ന് കാണാം. നെഗറ്റീവ് ചാർജിന് എക്സാമ്പിൾ മെറ്റൽസ് ലൈക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ് സോളൊക്കെ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് ആണ്. ഓർക്കുക, ശ്രദ്ധിക്കുക, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് ആണ് മെറ്റൽസ്. അതുപോലെ തന്നെ മെറ്റാലിക് സൾഫൈഡ്, ആർസനിക് സൾഫൈഡ്, ആന്റിമണി സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ് എല്ലാം നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് ആണ്. ആസിഡ് ഡൈ ഇയോസിൻ, കോങ്കോ റെഡ് ഒക്കെ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് ആണ്. പിന്നെ നമ്മുടെ പരിസരത്ത് കാണുന്ന സ്റ്റാർച്ച് കൊളോയിഡ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാർച്ച്, ഗമ്മ്, ജെലാറ്റിൻ, ക്ലേ, ചാർക്കോൾ ഇതെല്ലാം നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് ആണ്. എളുപ്പത്തിൽ നിങ്ങൾ ഓർത്തോണം, പെട്ടെന്ന് ബ്ലഡിന്റെ ചാർജ് അല്ലെങ്കിൽ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? പോസിറ്റീവ് ചാർജ്. അതുപോലെ സ്റ്റാർച്ചിന്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെയും നമുക്ക് പറയാം നെഗറ്റീവ് ചാർജ്. നമ്മളിപ്പോൾ കണ്ടത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള കൊളോയിഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ദ ചാർജ് ഓൺ ദ സോൾ പാർട്ടിക്കിൾസ് ഈസ് ഡ്യൂ ടു വൺ ഓർ മോർ റീസൺ. പല റീസൺസ് കൊണ്ടുണ്ടാകാം. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് അഡ്സോർപ്ഷൻ. ചാർജ് അഡ്സോർബ് ചെയ്യുന്നു. ഒരു ഇലക്ട്രിക് ഡബിൾ ലെയർ നമ്മൾ കാണുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾ വിത്ത് സർഫസ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിന്റെയും ഒരു ഡബിൾ ലെയറിനെ നമ്മൾ കാണുകയാണ്. കൊളോയിഡിലുള്ള ഒരു ഡബിൾ ലെയർ, കൊളോയിഡൽ പാർട്ടിക്കിൾസ് വിത്ത് സർഫസ് പോസിറ്റീവ് ചാർജും കൊളോയിഡൽ പാർട്ടിക്കിൾ വിത്ത് നെഗറ്റീവ് അയോൺസും നമ്മൾ കണ്ടു. ഇത് ഒരു ഇലക്ട്രിക് ഡബിൾ ലെയർ ആണ്. ഇലക്ട്രിക് ഡബിൾ ലെയർ എവിടെയാണ് കാണുന്നത്? കൊളോയിഡ്സിനകത്ത് കാണുന്നു. The combination of the two layers of opposite charges around the colloidal particles is called a Helmholtz electrical double layer. ഈ ഡബിൾ ലെയർ എന്ന് പറയുന്ന പേരാണ് ഹെൽംഹോൾട്സ് ഡബിൾ ലെയർ. 1879 ഹെൽംഹോൾട്സ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത്. അന്നേരം ഡബിൾ ലെയർ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, ആ ഡബിൾ ലെയർ എന്ന് പറയുന്ന പേരാണ് ഹെൽംഹോൾട്സ് ഡബിൾ ലെയർ. ഈ ഡബിൾ ലെയറിനകത്ത് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സെറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഡബിൾ ലെയറിലുള്ള കൊളോയിഡിനകത്തുള്ള ഡബിൾ ലെയറിനകത്തുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സെറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് യൂസിംഗ് ദ ഗ്രീക്ക് ലെറ്റർ സെറ്റ. ഗ്രീക്ക് ലെറ്റർ ആണ് സെറ്റ. ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് ദ ബൗണ്ടറി ഓഫ് ദ ഡബിൾ ലെയർ ഈസ് നോൺ ആസ് സെറ്റ പൊട്ടൻഷ്യൽ. നമ്മൾ പഠിച്ചു സെറ്റ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയറിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സെറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫോറസിസ്. ഇതൊരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇലക്ട്രോഫോറസിസിനകത്ത് ഒരു കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇലക്ട്രോഡും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിവൈസിനകത്ത് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് ആണെങ്കിൽ അത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഇലക്ട്രോഫോറസിസ്. The movement of colloidal particles towards a particular electrode under the influence of an electric field. If the colloid particle carry positive charge, they move towards negative electrode. ഓർത്തിരിക്കുക, കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൊളോയിഡ്സ് മൂവ് ചെയ്യുന്നു. ആ മൂവ്മെന്റ് എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇതൊരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ് ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് കൊയാഗുലേഷൻ. നമുക്ക് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു വെസൽ, ഒരു ബീക്കറിനകത്ത് കൊളോയിഡൽ സൊല്യൂഷനാണ്. ആ കൊളോയിഡൽ സൊല്യൂഷനകത്തോട്ട് കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു. ഇലക്ട്രോലൈറ്റിന് പ്രത്യേകതയുണ്ട്. കൊളോയിഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് വേണം ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിനുള്ളത്. പോസിറ്റീവ് കൊളോയിഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു. ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തപ്പോൾ
കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നു. നമ്മുടെ കൊളോയിഡഡ് പാർട്ടിക്കിളുമായിട്ട് ഇലക്ട്രോലൈറ്റ് കൂടിച്ചേർന്ന് ഒരു കൊയാഗുലേഷൻ നടക്കുന്നു. പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിട്ട് അത് താഴോട്ട് അടിയുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഫ്ലൊക്കുലേഷൻ എന്ന് പറയും. കൊയാഗുലേഷൻ ഓർ ഫ്ലൊക്കുലേഷൻ. Coagulation may be defined as the phenomenon involving the precipitation of a colloidal solution on addition of an electrolyte. കൊളോയിഡ് precipitate ആയി മാറുന്നു. എങ്ങനെയാണ് precipitate ആയിട്ട് മാറുന്നത്? അതിനകത്തോട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ചാർജുള്ള കൊളോയിഡിന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺ ആയിരിക്കണം ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. കൊയാഗുലേഷനെ പറ്റി ഹാർഡി-ഷൂൾസ് റൂൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. The ion having opposite charge to colloid particle cause coagulation. കൊയാഗുലേഷൻ നടക്കണമെങ്കിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റിലുള്ള അയോണിന് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കണം കൊളോയിഡ് പാർട്ടിക്കിൾസിനെ അപേക്ഷിച്ച്. Coagulating power of an electrolyte depends on valency of the ion. That is, the greater the valency, more is the coagulating power. വാലൻസി അയണിന്റെ വാലൻസിയെ അടിസ്ഥാനമാക്കിയായിരിക്കും കൊയാഗുലേഷൻ നടക്കുന്നത്. ഗ്രേറ്റർ ദ വാലൻസി, മോർ ഇസ് ദ കൊയാഗുലേറ്റിംഗ് പവർ. ഇതാണ് ഹാർഡി-ഷൂൾസ് റൂൾ കൊയാഗുലേഷനെ പറ്റി പറയുന്നത്. ഹാർഡി-ഷൂൾസ് റൂൾ. Greater is the valency of coagulating ion added, the greater is its power to cause precipitation. ഇപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ ഒന്ന് കൊയാഗുലേഷൻ നടത്തണം, പ്രസിപ്പിറ്റേറ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മളൊരു 3 ടൈപ്പ് ഇലക്ട്രോലൈറ്റ്സിനെ കൊണ്ടുവരിക. 3 ടൈപ്പ് ഇലക്ട്രോലൈറ്റ്സ്. 3 ടൈപ്പ്, ഫോർ എക്സാമ്പിൾ അലൂമിനിയം 3+, ബേരിയം 2+, സോഡിയം പ്ലസ്. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിന്റെ അടുത്തോട്ട് ഓപ്പോസിറ്റ് ചാർജുള്ള പോസിറ്റീവാണ് ഓപ്പോസിറ്റ് ചാർജുള്ള 3 അയോൺസിനെ കൊണ്ടുവന്നാൽ അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ, ഏറ്റവും കൂടുതൽ കൊയാഗുലേറ്റിംഗ് പവർ അലൂമിനിയം 3+നായിരിക്കും. അതിന്റെ ഓർഡർ അലൂമിനിയം 3+ ഗ്രേറ്റർ ദാൻ ബേരിയം 2+, ബേരിയം 2+ ഗ്രേറ്റർ ദാൻ സോഡിയം പ്ലസ്. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രേറ്റർ ഈസ് ദ വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ ആഡഡ്, ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണിത് ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത്. ഓർത്തിരിക്കുക, ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് ഹാർഡി-ഷൂൾസ് റൂൾ. ഇനി നമ്മുടെ മുമ്പിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അതിനെ ഒന്ന് കൊയാഗുലേഷൻ നടത്തണം. കൊയാഗുലേഷൻ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് 4 ടൈപ്പ് അയോൺസിനെ തരുവാണ്. 4, നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഏത് ടൈപ്പ് അയോൺസ് വന്നാലേ കൊയാഗുലേഷൻ നടക്കത്തുള്ളൂ. നെഗറ്റീവ് ചാർജുള്ള അയോൺസ് വന്നാലേ കൊയാഗുലേഷൻ നടക്കത്തുള്ളൂ. നെഗറ്റീവ് ചാർജാണ് തന്നിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന അയോൺസ് FeCN6 4-, PO4 3-, SO4 2-, Cl-. ഈ 4 വ്യത്യസ്ത വാലൻസി ഉള്ളതാണ് തന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും FeCN6 4-നാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഈ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ കൊയാഗുലേഷൻ നടത്താൻ. ഇൻക്രീസിങ് ഓർഡർ എങ്ങനെയാണ്? 4-, 3-, 2-, C- എന്നുള്ള ചാർജാണ് ഇവിടെ വരുന്നത്. അന്നേരം ഇവിടെ ഒന്നും കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഗ്രേറ്റർ ഈസ് ദ വാലൻസി ഓഫ് കൊയാഗുലേഷൻ അയൺ ആഡഡ്, ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ. ഇതാണ് ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത്. ഹാർഡി-ഷൂൾസ് റൂൾ കൊളോയിഡ്സിന്റെ കൊയാഗുലേഷനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം കൊളോയിഡ്സ് ലയോഫോബിക്കും ഉണ്ട്, ലയോഫിലിക്കും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൊളോയിഡ് ഏതാണ്? ലയോഫിലിക് ആണ്. ലയോഫിലിക് കൊളോയിഡ് ആണ്. ലയോഫോബിക് അൺസ്റ്റേബിൾ ആണ്. ലയോഫോബിക് അൺസ്റ്റേബിൾ ആകുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ലയോഫിലിക് കൊളോയിഡ് വെച്ച് ഒന്ന് കവർ ചെയ്ത് നോക്കുക.
ലയോഫോബിക്കിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ലയോഫിലിക് കൊളോയിഡ്സ് വെച്ച് കവർ ചെയ്യുമ്പോൾ ആ ലയോഫിലിക് കൊളോയിഡിനെ നമ്മൾ പറയും പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് നിങ്ങൾക്കറിയാം, VIPs ഒക്കെ പോകുമ്പോൾ അവർക്ക് ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ലയോഫോബിക് പാർട്ടിക്കിളിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ലയോഫിലിക് കൊളോയിഡ്സ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. Lyophobic particles prevent the particles of lyophobic colloids from aggregating at low electrolyte concentration. ലയോഫിലിക് പ്രൊട്ടക്റ്റിംഗ് പാർട്ടിക്കിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്നിവിടെ പ്രൊട്ടക്ഷൻ ഓഫ് ലയോഫോബിക് കൊളോയിഡ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ കൊളോയിഡിന്റെ പ്രൊട്ടക്റ്റീവ് പവറിനെ നമുക്ക് ഗോൾഡ് നമ്പറിന്റെ ടേംസിൽ പറയാം. ഗോൾഡ് നമ്പർ എന്താണ്? ഗോൾഡ് നമ്പർ is defined as amount of protective salt that will prevent the coagulation of 10 ml of a gold solution on the addition of 1 ml of 10% sodium chloride solution. ഇപ്പോൾ നമ്മൾ പഠിച്ചത് കൊളോയിഡൽ സൊല്യൂഷന്റെ പ്രൊട്ടക്റ്റീവ് പവർ ഗോൾഡ് നമ്പർ വെച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. സ്മോളർ ദ ഗോൾഡ് നമ്പർ, ഹയർ ഈസ് പ്രൊട്ടക്റ്റീവ് പവർ. സ്മോളർ ദ ഗോൾഡ് നമ്പർ, ഹയർ ഈസ് പ്രൊട്ടക്റ്റീവ് പവർ. ഓർത്തിരിക്കുക. എന്താണ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ? കവറിംഗ് അപ്പ് ഓഫ് ലയോഫോബിക് പാർട്ടിക്കിൾസ് ബൈ ലയോഫിലിക് പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ. And such colloids are called protective colloids. ലയോഫോബിക്കിനെ ലയോഫിലിക് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിന്റെ ആ പ്രൊട്ടക്റ്റീവ് പവറിനെ നമുക്ക് ഗോൾഡ് നമ്പർ എന്ന ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതിനും സ്മോളർ ദ ഗോൾഡ് നമ്പർ, ഹയർ ഈസ് പ്രൊട്ടക്റ്റീവ് പവർ. ഓർത്തിരിക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. കൊളോയിഡ്സിന്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അതെല്ലാം നന്നായി പഠിക്കുക. ഹാവ് എ നൈസ് ഡേ.